നമസ്കാരം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി 10-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തതോടുകൂടി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഷോർട്ട് ടൈമിൽ ബിയറിഷിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. മൂവിംഗ് ആവറേജുകളൊക്കെ ബിയറിഷ് സിഗ്നലിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് 25,900-അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് നേരിടുകയും 25,772-അടുത്ത് ക്ലോസിംഗ് നൽകുകയും അപ്പർ ഷാഡോയോടുകൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഹയർ സൈഡിൽ നിന്നുള്ള സെല്ലിംഗ് പ്രഷർ ശക്തമാണെന്നുള്ള സൂചനയാണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലിൽ നിന്നും ലഭിക്കുന്നത്. ഇവിടെ 25,500 മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. 26,000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 26,000-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ലെഗ് ഓഫ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഏഷ്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസും മിക്സഡ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് സിമൻറ്റ് സെക്ടറിലെ ജെ കെ സിമൻറ്റിൻ്റെ റവന്യൂ 18% വർദ്ധിച്ച് 2,560 കോടിയിൽ നിന്നും 3,019 കോടിയിലേക്കെത്തി. എബിറ്റയിൽ 57% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 27% വർധനവും ഉണ്ടായി. 126 കോടിയിൽ നിന്നും 161 കോടിയിലേക്ക് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ആസാദ് എഞ്ചിനീയറിംഗിൻ്റെയും പെർഫോമൻസ് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 55% വർദ്ധിച്ച് 21 കോടിയിൽ നിന്നും 32 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 30% വർദ്ധിച്ച് 112 കോടിയിൽ നിന്നും 146 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ 32% വർദ്ധിച്ച് 39 കോടിയിൽ നിന്നും 52 കോടിയിലേക്ക് മെച്ചപ്പെടുകയും മാർജിൻ 35%-ൽ നിന്നും 36%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നെറ്റ് വെബ് ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിന് പ്രൊപ്പോർഷണലായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. കോഫോർജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതേസമയം കോഫോർജും നെറ്റ് വെബ് ടെക്നോളജിയും രണ്ട് ഡിഫറൻറ്റ് സെക്ടറിലുള്ള കമ്പനികളാണ്. എന്നാലും IT സെക്ടറിലെ മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ച കോഫോർജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല നെറ്റ് വെബ് ടെക്നോളജി കാഴ്ചവെച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 3% വർദ്ധിച്ച് 30 കോടിയിൽ നിന്നും 31 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ്. എബിറ്റയിൽ 1.4% വർധനവാണ് കാണുന്നത്. അഫിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് 4% വർദ്ധിച്ചപ്പോൾ എബിറ്റ 1% ഇടിയുകയും റവന്യൂ 4.2% വർദ്ധിക്കുകയും ചെയ്തു. 621 കോടിയിൽ നിന്നും 647 കോടിയിലേക്ക് റവന്യൂ ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 106 കോടിയിൽ നിന്നും 111 കോടിയിലേക്കാണ് ഉയർന്നത്. CDSLൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കമ്പനിയുടെ റവന്യൂ 1% ഇടിയുകയും പ്രോഫിറ്റ് 13% ഇടിയുകയും ചെയ്തു. 162 കോടിയിൽ നിന്നും 140 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ മാർജിൻ 62%-ൽ നിന്നും 55%-ലേക്ക് ഇടിയുകയും എബിറ്റ 200 കോടിയിൽ നിന്നും 178 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ടാറ്റ കെമിക്കൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 60% ഇടിഞ്ഞ് 194 കോടിയിൽ നിന്നും 77 കോടിയിലേക്ക് എത്തി. റവന്യൂ 3% ഇടിഞ്ഞ് 3,999 കോടിയിൽ നിന്നും 3,877 കോടിയിലേക്ക് എത്തുകയും എബിറ്റയിൽ 13% ഇടിവ് വരികയും ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രൊവിഷൻ എമൗണ്ടിൽ 47% കുറവ് വരുത്തിയിട്ടും നെറ്റ് പ്രോഫിറ്റ് 8.2% ഇടിഞ്ഞ് 5,238 കോടിയിൽ നിന്നും 4,809 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 2.7% ഉയർന്നപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20%-ഓളം ഇടിയുകയാണ് ചെയ്തത്. ഗ്രോസ് NPA 2.28-ൽ നിന്നും 2.16-ലേക്ക് ഇംപ്രൂവ് ആവുകയും നെറ്റ് NPA 0.6-ൽ നിന്നും 0.57-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ്. നെറ്റ് പ്രോഫിറ്റ് 21% ഇടിഞ്ഞ് 347 കോടിയിൽ നിന്നും 273 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 1% ഇടിയുകയും എബിറ്റ 11% ഇടിയുകയും ചെയ്തു. ഇന്ന് ശ്രദ്ധിക്കേണ്ട വയർ ആൻഡ് കേബിൾ സെക്ടറിലെ ഒരു സ്റ്റോക്ക് RR കേബിളാണ്. RR കേബിളിൻ്റെ റവന്യൂ 20% വർദ്ധിച്ച് 1,810 കോടിയിൽ നിന്നും 2,126 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മാർജിൻ 4%-ൽ നിന്നും 8%-ലേക്ക് ഉയരുകയും എബിറ്റ 85 കോടിയിൽ നിന്നും 176 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. പ്രോഫിറ്റ് 49 കോടിയിൽ നിന്നും 116 കോടിയിലേക്ക് എത്തുകയും 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തതുകൊണ്ട് RR കേബിൾ എന്ന സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. സെൻസർ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടും ഏറെക്കുറെ ഫ്ലാറ്റാണ്. റവന്യൂ 2%-വും നെറ്റ് പ്രോഫിറ്റ് 182-അടുത്തും ട്രേഡ് ചെയ്യുന്നു. മാർജിൻ 13.7-അടുത്തായപ്പോൾ എബിറ്റയിൽ 3.9% വർധനവുണ്ടായി. ഇനി
നവംബർ 1-ാം തീയതി ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഇന്ന് ഓട്ടോമൊബൈൽ കമ്പനികൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും. ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് ഓവറോൾ ഓട്ടോമൊബൈൽ കമ്പനികളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. SML ഇസൂസുവിൻ്റെ ഒക്ടോബർ മാസത്തെ സെയിൽസ് 32% വർദ്ധിച്ച് ഇയർ ഓൺ ഇയറിൽ 1059 യൂണിറ്റായി മാറിയിട്ടുണ്ട്. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 36% വർധനവും കാർഗോ വെഹിക്കിൾ സെയിൽസിൽ 27% വർധനവും കമ്പനി രേഖപ്പെടുത്തി. എസ്കോട്ട് ക്യൂബോട്ടോയുടെ ട്രാക്ടർ സെയിൽസ് 3.8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 18,798 യൂണിറ്റായി മാറി. ട്രാക്ടർ എക്സ്പോർട്ട് 38% ഉയരുകയും ചെയ്തു. TVS മോട്ടോറിൻ്റെ ഒക്ടോബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് മികച്ചതാണ്. ടോട്ടൽ സെയിൽസ് 11% ഉയർന്നു. 2 വീലർ സെയിൽസിൽ 10% വളർച്ച കമ്പനി രേഖപ്പെടുത്തി. മോട്ടോർ സൈക്കിൾ സെയിൽസ് 16% ഉയർന്നു. ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസ് 11% ഉയരുകയും എക്സ്പോർട്ട് 21% വർദ്ധിച്ച് 1.15 ലക്ഷം യൂണിറ്റായി മാറുകയും ചെയ്തു. ടോട്ടൽ 3 വീലർ സെയിൽസിലും 70% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് TVS മോട്ടോർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 69,894 യൂണിറ്റായി മാറിയിട്ടുണ്ട്. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 11% വർധനവ് അല്ലെങ്കിൽ വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ഡൊമസ്റ്റിക് സെയിൽസ് 6.9% വർദ്ധിക്കുകയും എക്സ്പോർട്ട് 133% ഉയരുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് 10% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 37,530 യൂണിറ്റായി മാറി. എക്സ്പോർട്ട് 56% വർദ്ധിച്ച് 2,422 യൂണിറ്റായി മാറി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 7 സീറ്റർ ഇലക്ട്രിക് SUV ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് രാജസ്ഥാൻ കൗൺസിൽ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്നും 32 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതുകൊണ്ട് റെയിൽടെൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. റെസ്പോൺസീവ് ഇൻഡസ്ട്രീസിൻ്റെ ബയോസറിലുള്ള പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് റെക്കോർഡ് ചെയ്തതുകൊണ്ട് റെസ്പോൺസീവ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. JK എനർജി എന്ന കമ്പനിക്ക് 875 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾസും സെൽസും നിർമ്മിക്കാനുള്ള ഓർഡർ ലഭിച്ചതുകൊണ്ട് JK എനർജി എന്ന സ്റ്റോക്ക് ശ്രദ്ധിക്കാം. ത്രിവേണി ടർബൈൻ എന്ന കമ്പനി സൗത്ത് ആഫ്രിക്കൻ ബേസ്ഡ് കമ്പനിയായ TSC എഞ്ചിനീയറിംഗിൻ്റെ 30% സ്റ്റേക്കുകൾ 11 മില്യൺ സൗത്ത് ആഫ്രിക്കൻ റുപ്പീസിന് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ കറൻസിയിൽ അക്വയർ ചെയ്തതുകൊണ്ട് ത്രിവേണി ടർബൈൻ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ടിറ്റഗാർ റെയിൽ എന്ന കമ്പനിക്ക് മുംബൈ മെട്രോ റെയിൽ റീജിയണൽ ഡെവലപ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും 2,481 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. അവന്യൂ സൂപ്പർ മാർട്ട് ഗുജറാത്തിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 435 ഉയർത്തിയിട്ടുണ്ട്. രാജ്രത്തൻ ഗ്ലോബൽ എന്ന കമ്പനിക്ക് പ്രൊമോഷൻ അസിസ്റ്റൻസായി മധ്യപ്രദേശിൽ നിന്നും 22 കോടി രൂപയുടെ പ്രൊമോഷൻ ലഭിക്കുന്നതുകൊണ്ട് രാജ്രത്തൻ ഗ്ലോബലും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.